ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് മുരാരി തന്ത്രി വിഷയം. നമുക്കിന്ന് ആ വിഷയമാണ് ഞാൻ ചർച്ചയ്ക്ക് എടുത്തേക്കുന്നത്. നമുക്കറിയാം, രാജൻ എന്ന് പറയുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു തന്ത്രിയായിട്ട് മാറുകയും ആ നാട്ടിലെ ഏറ്റവും വലിയൊരു ജ്യോതിഷരായിട്ട് മാറുകയും ചെയ്തു. മാറുക മാത്രമല്ല, അയാള് വളരെയധികം സമ്പത്തുള്ള ഒരാളായിട്ട് മാറിയല്ലേ. എങ്ങനെയാണ് ഇത്രയേറെ സമ്പത്ത് അയാളിലോട്ട് എത്തിയത്? മൂന്നാല് കാറുകള്, റോളക്സിന്റെ വാച്ച്, ഗോൾഡ്, ദേഹം മുഴുവൻ ഗോൾഡൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്ന കഴിഞ്ഞ ദിവസമാണ്. ഈ ജ്യോതിഷക്കാരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അടുത്തോട്ട് ഈ ഒരു കുട്ടി അമ്മയും കൂടി വരുന്നു. കുട്ടിക്ക് പ്രേതബാധ ഉണ്ടെന്നാണ് പറഞ്ഞത്. പ്രേതബാധ ഉള്ള ഒരു കുട്ടീനെ അമ്മയുടെ മുന്നിൽ വെച്ച് അതിന്റെ പൂജകൾ ചെയ്യാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറിയിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ അമ്മേനോട് പറയുന്നത് ഒറ്റയ്ക്കാണ് കുട്ടീനെ പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മേനെ മാറ്റി നിർത്തുന്നു. അമ്മേനോട് അത് പറഞ്ഞ അമ്മേനെ കൺവിൻസ് ആക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ അയാളുടെ അമ്മയും കൂടിയിട്ടാണ്. അതിനുശേഷം ഈ കുട്ടീനെ റൂമിലോട്ട് കൊണ്ടുപോയതിനു ശേഷം അതിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്യും. ആ കുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടി അമ്മയുടെ അടുത്തോട്ട് എത്തുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ തന്ത്രി പറഞ്ഞത് ബാധ ഒഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടിട്ട് ബഹളം വെച്ചിട്ട് കുട്ടി ഓടി വന്നാണെന്ന്. പിന്നെ ആൾക്ക് കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോൾ ആൾ ഓടി രക്ഷപ്പെട്ട് അടുത്തുള്ള ഫ്ലാറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് കേരള പോലീസിന്റെ ജയിലിനകത്ത് അവിടെ ശാസ്ത്രമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയല്ലേ. എന്താല്ലേ, സ്വന്തം സമയം പ്രവചിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. പല പ്രവചനങ്ങളും നടത്തി എന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായർ ഷോയിൽ വന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറെ അധികം റീലുകളൊക്കെ ഇന്ന് ഇൻസ്റ്റയിനകത്ത് ഉണ്ട്. നമ്മുടെ അർജുന്റെ വിഷയത്തിനൊക്കെ പുള്ളി എന്താ പറയാ, മുൻകൂട്ടി പ്രവചിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സോ എങ്ങനെയാണ് ഇവിടെ അവിശ്വാസം കൂടുന്നത്? നമ്മളെല്ലാവരും വിശ്വാസികളാണ് അല്ലെ, നമ്മളിൽ പല ആൾക്കാരും വിശ്വാസികളാണ്. പക്ഷെ വിശ്വാസമല്ല ഇതിനെല്ലാം കാരണം, അന്ധവിശ്വാസമാണ് കാരണം. ഒരു കാര്യത്തെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് അതിന്റെ എല്ലാ പവിത്രതയും നശിപ്പിച്ചിട്ട് അതിനെ അന്ധവിശ്വാസത്തിൽ കൊണ്ടെത്തിക്കുന്നതിൽ ഈ പറയുന്ന കുറെ അധികം ജ്യോതിഷികൾ എന്ന് പറഞ്ഞ് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വന്നിരുന്ന് പ്രസംഗിക്കുന്ന കുറെ ആൾക്കാർക്ക് ഇതിന് വലിയൊരു ഘടകമുണ്ട്. നമ്മളും ഇവർ വളരാനായിട്ട് എന്താ പറയാ, വലിയൊരു കാരണമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുമോ, നമ്മളുടെ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടൊക്കെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി കാണുമ്പോൾ നമ്മൾ ആദ്യം ഓടിച്ചെല്ലുന്ന ഈ അമ്പലങ്ങളിലോട്ടാ. അതും ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നേരെയാക്കാനൊന്നുമല്ല. നേരെ പോയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം വെക്കും. ആ പ്രശ്നത്തിനകത്ത് വലിയൊരു പരിഹാരക്രിയകൾ കണ്ടെത്തും. ഇത് ചെയ്യാനായിട്ട് നമ്മൾ കടം മേടിച്ചിട്ടാണെങ്കിൽ ശരി പൂജകൾ ചെയ്യും അല്ലേ. എൻ്റെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മളോട് ഒരാൾ പറയാണ്, നിങ്ങളുടെ ഇന്ന പ്രശ്നത്തിന് ഇന്നൊരു കാരണമുണ്ട്, ആ കാരണം മാറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാത്ത കാശുണ്ടാക്കി ഈ കാര്യം ചെയ്യാൻ നിൽക്കും. പക്ഷെ എന്നിട്ട് നമുക്ക് അതിന് ഫലം കിട്ടുമോ? വളരെ കുറച്ചാട്ടോ. വളരെ കുറവെന്ന് വെച്ചാൽ നമ്മുടെ പ്രയത്നം കൊണ്ടിട്ടാണ് നമുക്ക് പല ഫലങ്ങളും കിട്ടുക. അല്ലാണ്ട് ഈ ഒരു പൂജ ചെയ്തിട്ടല്ല. ഈ ഒരു പൂജയിലൂടെ അവര് നല്ല പൈസ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു പൂജയ്ക്ക്, ചുരുങ്ങിയ ഒരു പൂജയ്ക്ക്, ഒരു ഗണപതി ഹോമം കുറച്ച് ഒരു 1-2 കാര്യങ്ങളോട് ചെയ്യുന്നതിന് മിനിമം 35,000 രൂപ മുതലാണ് ഇന്ന് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇവർ വാങ്ങിക്കുന്നത്. ഒരു ഗണപതി ഹോമം ഉച്ചവരെയായിട്ടുള്ള 2 ഹോമം കൂടി ചേർത്ത് 35,000 രൂപ. അതിനുശേഷം ആ അമ്പലത്തിലോട്ട് പല വഴിപാടുകൾ ഇവർ ചെയ്യിപ്പിക്കും. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പേരായിരിക്കും ഇങ്ങനെ ഈ ഒരു ഇവര് പറയുന്ന കർമ്മങ്ങളും പൂജകളും ചെയ്ത് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈസയാണ് ഇതുപോലുള്ള ജ്യോതിഷം ചെയ്യുന്ന അല്ലെങ്കിൽ ജ്യോതിഷികൾ എന്ന അവകാശം ഉന്നയിക്കുന്നവര് അവര് വണ്ടികളായിട്ടും വീടുകളായിട്ടും സ്വർണങ്ങളൊക്കെ ആയിട്ട് അവരുടെ മേത്തുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 10 പേര് ഒരാഴ്ചയിനകത്ത് ഇത് ചെയ്താൽ എത്ര ലക്ഷം രൂപ ഇവർക്ക് കിട്ടും? അതൊരു മാസമാകുമ്പോൾ, അതൊരു കൊല്ലമാകുമ്പോൾ എത്ര രൂപയുടെ എന്താ പറയാ ബിസിനസ്സാണ് ഇവർ നടത്തുന്നത്. സോ നമ്മൾ ഒരാളുടെ അടുത്തോട്ട് ഒരു പ്രശ്നം, നമ്മൾക്കറിയാം ഒരു പ്രശ്നം
വെക്കാനായിട്ട് ഒരാളുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ അവർ വന്നേക്കുന്നത്. ആ പ്രശ്നത്തിന് ഒരു പ്രതിവിധി എന്ന് പറഞ്ഞ് നമ്മളൊരു കാര്യം അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിലോട്ട് വീഴും. അതാ ഒരു ബിസിനസ് ട്രിക്കാണ്. ഇത് നമ്മളിന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇതുപോലുള്ള തന്ത്രിമാര് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം മാതാപിതാക്കളോടായിട്ട് പറയാനുള്ളത്, നമ്മുടെ മക്കൾ ചിലപ്പോൾ ഒന്ന് ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ, അവർ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഉടനെ തന്നെ പ്രേതബാധയാണ്, എന്തെങ്കിലും കണ്ട് പേടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ആ ഒരു കാറ്റഗറിയിൽ മാത്രം അനലൈസ് ചെയ്യരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരാ വളർന്നു വരുന്ന സമയത്ത് അവർ കേൾക്കുന്ന പല വിധത്തിലുള്ള മാനസിക വിഷമങ്ങളുണ്ടാവും. ചിലപ്പോൾ അവർക്ക് മോശമായിട്ടുള്ള ഒരു ബിഹേവിയറിൽ എവിടെന്നെങ്കിലും അവർ ഒരിക്കലും വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാവാം. ചിലപ്പോൾ അവർക്ക് അവരുടെ കഴിവിനൊത്ത് വളരാൻ പറ്റാത്തതിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പിള്ളേരെയൊക്കെ അലട്ടും. അല്ലാണ്ട് ഇവരൊരു പ്രേതമേത്ത് കയറി എന്ന് പറഞ്ഞിട്ട് മാത്രം ഇവരെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് കൊണ്ടുപോയി ഇതുപോലുള്ള പൂജകൾക്ക് വിട്ടുകൊടുക്കാതെ അവരെ ഒന്നല്ലെങ്കിൽ പാരൻസ് തന്നെ അറിഞ്ഞ് അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അവരൊരു കൗൺസിലിങ്, അതൊരു പ്രോപ്പർ ആയിട്ടുള്ള വേയിൽ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം എഫക്റ്റീവായിട്ട് വേറെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാനായിട്ടില്ല. നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു മന്ത്രവാദിയുടെ അടുത്ത് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഇരുത്തി കൊടുക്കുന്നത്? ഈ കുട്ടിക്കുണ്ടായിരുന്ന ഈ ഒരു ട്രോമ അതിന്റെ അനുവാദമില്ലാതെ ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ടുപോയി അതിനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നോക്കിയ ഒരാളിൽ നിന്ന് ഏൽക്കുന്ന ആ ഒരു ട്രോമ, ഇനി ആ കുട്ടി എത്ര നാളുകൾ എടുത്തിട്ടായിരിക്കും അതിന്റെ മനസ്സിൽ നിന്ന് പോവുക? സോ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളാണ് കരുതേണ്ടത്. ഇന്ന് ഈ സമൂഹത്തിൽ എത്രയേറെ ആൾക്കാരാണ്, കൂണ് പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ് ഓരോ തന്ത്രിമാരുണ്ടാവുന്നത്. നമ്മളൊന്ന് സമൂഹത്തിലൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ചിലപ്പോൾ ഈ വ്യക്തികൾ ഒന്ന് ജസ്റ്റ് ഒരു തന്ത്രി എന്നുള്ള പേര് ബോർഡ് വെച്ചതിന് ശേഷം പിന്നെ കാണുന്നത് ഇവരുടെ വൻ വളർച്ചയായിരിക്കും. ഇവരുടെ കയ്യിൽ വലിയ വലിയ ചെയിൻ, ലോക്കറ്റ്, കഴുത്തിൽ മാല, മോതിരം, ഫുൾ വിരലിൽ മോതിരമൊക്കെ ഇട്ട് വലിയ വലിയ വണ്ടികളും വാങ്ങി പെട്ടെന്ന് തന്നെ ഇവരൊരു രാജകീയമായിട്ടുള്ളൊരു വീടും നമ്മൾ ഈ തറവാട്ട് മോഡലൊക്കെ വീടുകളില്ലേ, അങ്ങനത്തെ വീടുകളൊക്കെ പണിതുണ്ടാക്കുന്ന പൈസ എവിടെ നിന്നായിരിക്കും നമ്മൾക്കൊന്ന് ചിന്തിച്ചാൽ പോരെ? ഇവരാഴ്ചയിലും മാസത്തിലൊക്കെ ഈ ഗൾഫിലും ബാംഗ്ലൂരൊക്കെ പൂജക്ക് പോകുന്നുണ്ട്. സോ ഇത് നമ്മൾക്ക് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് സംസാരിക്കാം. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിനോട് സംസാരിക്കാൻ നമ്മൾക്ക് എന്തിനാണ് ഇടയിലൊരു ആള്, ഒരു മീഡിയേറ്റർ? നമ്മളെ കേൾക്കാൻ ആ ദൈവത്തിന് പറ്റില്ലേ? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് പറ്റില്ലേ? ഒരു മീഡിയേറ്ററിന്റെ സഹായത്തോടെ നമ്മളെ കേൾക്കാൻ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ള കാര്യം. കാരണം എൻ്റെ ചുറ്റും, നിങ്ങളുടെ ചുറ്റും, നമ്മുടെ ഈ സമൂഹത്തിൽ ഒരുപാട് മുരാരിമാരുണ്ട്. അപ്പോൾ അതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ എന്താ പറയാ, ക്ലിസ്റ്റർ ആൻഡ് ക്ലിയർ ആയിട്ട് പോകാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള കുറേ ചർച്ചകൾ കാണും. നമ്മൾ നരബലി ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എത്ര മന്ത്രവാദങ്ങൾ കഥകൾ നമ്മൾ കേട്ടു, എത്രയെത്ര ന്യൂസുകളാണ് നമ്മൾ ദിനം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇനിയും ഈ ഒരു സമൂഹത്തിന് മാറി ചിന്തിക്കേണ്ട കാര്യങ്ങളിലോട്ട് എത്തിയിട്ടില്ല. നമ്മൾ ഇത്രയും സാക്ഷര കേരളമാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ തളം കെട്ടി കിടക്കുന്നത്? ഇതില് പഴയ ആൾക്കാർ മാത്രമല്ല, പുതിയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്കറിയാം പല ഈ അമ്പലങ്ങളുടെ ഒക്കെ പ്രമോഷനൊക്കെ എടുക്കുന്നത് നമ്മുടെ സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സീരിയൽ രംഗത്തുള്ള ആൾക്കാരൊക്കെയാണ്. സോ എല്ലാവരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പറയാണ്, നമ്മുടെ കുട്ടികളെ ഇതിന് വിട്ടുകൊടുക്കാതിരിക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുരാരിമാരുടെ കൈകളിലോട്ടല്ല അവരെ ഏൽപ്പിക്കേണ്ടത്. അവരെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നേരായ വഴിക്ക് ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക.
സോ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.